പൂക്കൾ, നീർമാതള പൂക്കൾ. കണ്ടിട്ടുണ്ടോ നീർമാതള പൂക്കൾ? പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങളിൽ ഒന്നാണ് പൂക്കൾ. നിറവും സുഗന്ധവും കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്തതയാർന്ന അത്ഭുത സൃഷ്ടി. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലായ്പ്പോഴും ആകർഷിക്കുന്ന ഒന്നാണ് പൂക്കൾ. നിറവും സുഗന്ധവും കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മഹത്തരമായ ഒന്നാണ് പൂക്കൾ എന്ന് പറയാതെ വയ്യ. പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. നമ്മുടെ വീട്ടുമുറ്റത്തും സ്വീകരണ മുറിയിലും എന്തിനേറെ സൗഹൃദം കൈമാറുന്നതിനും പൂക്കളുടെ സ്ഥാനം വളരെ വലുതാണ്. എന്നാൽ നമ്മൾ കാണുന്ന എല്ലാ പൂക്കളുടെയും പേരോ അവ ഏത് ചെടിയിലാണ് വിരിയുന്നതെന്നോ ഏത് ദേശത്താണെന്നോ അന്വേഷിക്കാറുള്ളവർ വളരെ കുറച്ചു മാത്രം. അത്തരത്തിൽ ഇന്ന് വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു വൃക്ഷമാണ് നീർമാതളം. പ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അപൂർവ സസ്യങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. എന്തൊരു ചേലാണ് ഈ വൻമരത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കൾ കാണാൻ. മലയാളികൾക്ക് നീർമാതളത്തെ കൂടുതൽ അടുത്തറിയാൻ സഹായിച്ചത് പ്രശസ്ത സാഹിത്യകാരിയും ഏറെ പരിചിതയായ മാധവിക്കുട്ടി എഴുതിയ നീർമാതളം എന്ന ഓർമ്മക്കുറിപ്പ് പുസ്തകമാണ്. മലയാളികൾ ആദ്യമായി നീർമാതളത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും അറിയുന്നത് ഈ കൃതിയിലൂടെയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അപൂർവ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കണ്ണൂർ ചെറുകുന്നിലെ ഇടത്തട്ടയിൽ ഭാവന കലാ സാംസ്കാരിക വേദിയുടെയും വായനശാലയുടെയും മുന്നിലെ പറമ്പിൽ ഒരു നീർമാതളം എന്ന വൃക്ഷം മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഇളം മഞ്ഞയും ചുവപ്പും ഇടകലർന്ന പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏവർക്കും അത്ഭുതവും ആനന്ദവും സമ്മാനിക്കുന്നു. മാധവിക്കുട്ടിയുടെ എഴുത്തിൽ നീർമാതളത്തെക്കുറിച്ച് പറയുന്നൊരു മനോഹരമായ വരിയുണ്ട്. നീർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ച കാലത്തിനു വേണ്ടിയാണ്. പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്നുയർന്നാൽ നീർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കാം. ചുവപ്പ് പൂക്കൾ നിറഞ്ഞാൽ ഇലകൾ കൊഴിയുകയും ചെയ്യും. ഈ വരികൾ പോലെ തന്നെ ചെറുകുന്നിലെ ഈ നീർമാതളം ഇപ്പോൾ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഓർമ്മക്കുറിപ്പിലൂടെ തന്നെയാണ് നീർമാതളത്തിന്റെ സൗന്ദര്യവും അതിന്റെ പ്രത്യേകതയും മലയാളികളുടെ മനസ്സിലേക്ക് എത്തിയത്. ഈ അപൂർവ കാഴ്ച കാണാൻ സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാരും വിദ്യാർത്ഥികളും ദിവസവും ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് ഇരണാവ് ഹിന്ദു LP സ്കൂളിലെയും ചെറുകുന്ന് സൗത്ത് LP സ്കൂളിലെയും കുട്ടികൾ ഏറെ കൗതുകത്തോടെയാണ് നീർമാതള ചോട്ടിലെത്തിയത്. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിരുന്ന ആ വൃക്ഷത്തെ നേരിൽ കാണാനുള്ള സന്തോഷം അവരുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. ഓരോ ദിവസവും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ടെന്ന് വായനശാല പ്രവർത്തകർ പറയുന്നു. ഈ അവസരത്തിൽ നീർമാതള ചോട്ടിൽ ഒരു സായാഹ്നം എന്ന പേരിൽ നാട്ടുകാരും വായനശാല പ്രവർത്തകരും ചേർന്ന് ഒരു സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകനും ഏഴോം ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ തിടിൽ രവീന്ദ്രൻ മാസ്റ്റർ നീർമാതളത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വിഷ്ണു ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PP രഞ്ജിത്ത്, M ബാബുരാജ്, വിനോദ് കുമാർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. നാട്ടിൻപുറത്തായതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മളൊരു എഴുത്തുകാരിയെ ഓർമ്മിക്കുക എന്നത് വളരെ കമലാദാസ് എന്ന മാധവിക്കുട്ടി നാട്ടിലേക്ക് വരുമ്പോൾ മാത്രം കാണുന്ന കുറേ മരങ്ങളുണ്ട്. ടൗണിലാണ് ജീവിച്ചത്, കൊൽക്കത്തയിലാണ് ജീവിക്കുന്നത്. നഗരത്തില് ഈ മരങ്ങളോ അധികം പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാലപ്പാടേക്ക് കൂടെ നമ്മളുടെ അടുത്ത് നീർമാതളം നാലപ്പാടേക്ക് വീടിന്റെ പറയുക. ഇപ്പൊ ഭാവന കലാകായിക വേദിയുടെ മുമ്പിലാണ് ഇതുണ്ട്. നമ്മൾ അതിന്റെ മുമ്പിലാണെങ്കിൽ ആ പേരിലാണ് നമ്മൾ അറിയുന്നത് അല്ലെ, ഇടപ്പെട്ട ഭാവനയുടെ മുമ്പിൽ. അതേപോലെ ആലപ്പാട് വീടിന്റെ അടുത്തുള്ള ഒരു വൃക്ഷം പൂത്തുലയുമ്പോൾ അതൊരു കാഴ്ച മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തെയും സംസ്കാരത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹര നിമിഷമാണ്. ചെറുകുന്നിലെ ഈ നീർമാതളം അതിൻ്റെ സാക്ഷ്യമായി ഇന്ന് എല്ലാവരെയും ആകർഷിച്ചു നിൽക്കുകയാണ്. ഇനിയും പൂക്കട്ടെ നാടെങ്ങും നീർമാതളം.